ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് വൈകിട്ട് ഈ ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നിന്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ട്രെയിലറാണ് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. വിനീതിന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, കല്യാണി പ്രിയദർശൻ തുടങ്ങിയവരോടൊപ്പം നിവിൻ പോളി കൂടി കാമിയോ റോളിലെത്തുന്ന സിനിമ കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം. ഏപ്രിൽ 11-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ഒരു ഡീസന്റ് ട്രെയിലർ തന്നെയാണ് ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 3 മിനിറ്റിന് അടുത്ത് സിനിമയുടെ ട്രെയിലറിന് മാത്രം ദൈർഘ്യമുണ്ട്. എങ്കിൽ പോലും സിനിമയുടെ ട്രെയിലർ നിരാശപ്പെടുത്തുന്നില്ല. നമ്മുടെ പ്രേക്ഷകരെ, പ്രത്യേകിച്ച് വിനീതിന്റെ പ്രേക്ഷകരെ, അതല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരെ എല്ലാം തന്നെ തിയേറ്ററുകളിൽ പിടിച്ചിരുത്താൻ പാകത്തിലുള്ള എന്തൊക്കെയോ സിനിമയിലുണ്ട് എന്ന് തന്നെയാണ് ഈ ട്രെയിലർ കാണുമ്പോൾ വ്യക്തമാകുന്നത്. ധ്യാൻ, പ്രണവ് എന്നിവരുടെ കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് എന്നും രണ്ട് കൂട്ടുകാരുടെയും അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കഥയും അതോടൊപ്പം തന്നെ അവരുടെ സിനിമാ മോഹങ്ങളുടെ കഥയെല്ലാം തന്നെയാണ് ഈ ഒരു 90കളുടെ കഥയുമായിട്ട് എത്തുന്ന വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. നിവിൻ പോളി സിനിമയിൽ ഒരു താരമായിട്ട് തന്നെ, നടനായിട്ട് തന്നെയാണ് എത്തുന്നത്. ട്രെയിലർ കണ്ടിട്ടാണെങ്കിൽ തന്നെ പ്രണവിനേക്കാൾ കൂടുതൽ ധ്യാനെല്ലാം തന്നെ സിനിമയിൽ സ്കോർ ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ധ്യാനിനാണെങ്കിൽ കൗമാരം മുതൽ വാർദ്ധക്യം വരെയുള്ള പല ഗെറ്റപ്പും ലുക്കെല്ലാം തന്നെ സിനിമയിൽ കാണാനായിട്ട് കഴിയുന്നു. ഒരു പക്ഷേ ധ്യാനിന്റെ കരിയർ ബെസ്റ്റ് ആകാനുള്ള സാധ്യതകൾ വിനീതിന്റെ സിനിമയിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞേക്കും. എന്തായാലും ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഇതുവരെ വന്ന കണ്ടന്റുകളെല്ലാം തന്നെ ഒരു ഡീസന്റ് കണ്ടന്റാണ്. അതിലുപരി ഹൃദയം ലെവലിലേക്ക് സിനിമയുടെ കണ്ടന്റുകൾ എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒപ്പം തന്നെ ഹൃദയം ലെവൽ ഹൈപ്പിലേക്ക് സിനിമ എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയാം. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു ക്ലാസ് സിനിമ വിനീതിന്റെ സംവിധാനത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കാം. പോസിറ്റീവ് ലഭ്യമാകുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിലെ വലിയ തരംഗമാകുന്ന ഒരു മലയാളം സിനിമയായിട്ട് മാറാനുള്ള സാധ്യതയും സിനിമയ്ക്കുണ്ട്. ട്രെയിലർ കണ്ട നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം.